നമ്മുടെ സഭയെക്കുറിച്ച് സഭയ്ക്ക് ഉള്ളിൽ നിന്നും ഇവിടെ സന്ദർശകരായിട്ട് വന്ന പല സഹോദരങ്ങളിൽ നിന്നും പല കമൻറ്റുകൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴുമൊക്കെ അത് സംബന്ധിച്ചുള്ളതായ ചില പദപ്രയോഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു 90% നീതിയുള്ളൊരു സഭയാണ് നമ്മുടെ സഭ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 90% നീതി എന്ന് പറയുന്നത് എന്താണ് സഹോദരൻ ആ നീതിയായിട്ട് കണ്ടത്? ഇല്ലാത്തതായിട്ടുള്ള 10% നീതി എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ ചിരിച്ച് അങ്ങ് ഒഴിവായിപ്പോയി. മറ്റൊരു സഹോദരനുമായിട്ട് ചില ആഴ്ചകൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഭയിൽ അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്നു, അതുപോലെയുള്ള സഭകളില്ല, നമ്മളൊക്കെ പണ്ടായിരുന്ന സഭകളൊക്കെ അങ്ങനെ വലിയ പക്ഷഭേദങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ സഭയെ ഇങ്ങനെയൊരു കൂട്ടായ്മ തന്നു, അതിന് ദൈവത്തോട് നന്ദി പറയുന്ന സഹോദരങ്ങളുണ്ട്. നമ്മളെയൊക്കെ വന്ന് കണ്ടിട്ട് നമ്മളിലുള്ള സ്നേഹവും ഐക്യവും ഒക്കെ കണ്ട് ഇവിടെ നമ്മുടെ സഭാ കൂടി വരവിന് വരുവാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളും ഉണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഞാൻ അത്ര വലിയ സന്തോഷവാനല്ല. എന്നിലുള്ളത് ഒരു നിരാശയാണ്. കാരണം നമ്മൾ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ താരതമ്യം ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ ഒരു കാലത്തുണ്ടായിരുന്നതായിട്ടുള്ള കൂട്ടങ്ങളുമായിട്ടുള്ള താരതമ്യമാണ്. അതല്ലാതെ വചനവുമായിട്ട് നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ താരതമ്യം ചെയ്യുന്നില്ല. സ്വാഭാവികമാണ്, നമ്മുടെ മാനുഷികമായിട്ടുള്ള പ്രകൃതിയിൽ അങ്ങനെയൊക്കെ ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ആ താരതമ്യങ്ങളെല്ലാം വിട്ട് നമ്മളുടെ എല്ലാ ക്ലെയിമുകൾ അല്ലെങ്കിൽ അവകാശവാദങ്ങളും ഒക്കെ വിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് സഭായോഗം നേരത്തെ അങ്ങനെ സാധാരണ പതിവിൽ കവിഞ്ഞ് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ചില ആളുകൾ, ചില സഹോദരിമാർ നേരത്തെ പോകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഇത് കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മെല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. നമ്മളിൽ ഒരുപക്ഷെ സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ പരിജ്ഞാനത്തിൻ്റെയോ ആയ തിരിച്ച് വ്യത്യാസങ്ങളോ പക്ഷഭേദങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രത്തോളം അങ്ങ് സന്തോഷിക്കാനായിട്ട് വരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരി, അപ്പോൾ ദൈവവചനത്തോടാണ് താരതമ്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. വചനത്തിൽ എന്താണ് ഒരു സഭയിലെ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്? അല്ലെങ്കിൽ ഒരു സഭയിലെ ബന്ധത്തിന് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നതായ സ്റ്റാൻഡേർഡ് എന്താണ്? അത് വെച്ച് വേണമല്ലോ നാം നമ്മെ വിലയിരുത്താനായിട്ട്. എന്തായാലും മറ്റ് സഭകളെ ഒന്നും വിലയിരുത്താനായിട്ട് നാം പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് കർത്താവ് ചെയ്തുകൊള്ളും. ലൗകിക സഭകൾ കാണും, എഫേസ്യ സഭകളൊക്കെ കാണും. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ നമ്മുടെ വിഷയം നമ്മുടെ സഭയാണ്. നമ്മൾ ഇവിടെ കൂടി വരുന്നതായിട്ടുള്ള ആളുകളാണ് നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സഹോദരൻ ക്ലാസ് എടുത്തപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ഈ ലൗകിക സഭക്കാരെ പോലെയാണോ? അല്ലേ, നമ്മളൊക്കെ ചിന്താഗതി നോക്കുമ്പം അല്ലേ, നമ്മൾ 90% നീതി, പക്ഷഭേദമില്ല, ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ, ഐക്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ലൗകികക്കാരെങ്ങനെയാണ് പറഞ്ഞേ? ഞാൻ സമ്പന്നൻ, ഒരു കുറവുമില്ല, ഒരു മുട്ടുമില്ല എന്നൊക്കെയാണ് പറഞ്ഞേ. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്താ? വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു ആ സഭ. അപ്പോൾ നമുക്കും ഒരുപക്ഷെ അതേ തെറ്റ് വന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്.
പ്രത്യേകിച്ച് നമ്മളുടെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് മറ്റ് സഭകളുമായിട്ട് താരതമ്യം ചെയ്ത് അതിലൊരു പുകഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ എല്ലാ ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കി ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ്. ശരി, നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ ഒരു സഭയിലേക്ക് പോകാം. യെരുശലേമിലെ സഭ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭയിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാ? വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, അല്ലേ? അവർക്ക് ഒരുമിച്ചിരിക്കുന്നതിന് തടസ്സമായിട്ട് അവരുടെ ആരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരുമിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? ഐക്യം വേണം, അല്ലേ? അങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും നമ്മളിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ സകലതും പൊതുവക എന്ന് എണ്ണി. നമ്മളങ്ങനെ എണ്ണുന്നുണ്ടോ? സകലതും പൊതുവക എന്നെണ്ണയോ? ഉണ്ടോ? എല്ലാവരും ചെറിയ ഒരു ചിരി, തലതാത്തിയിരിക്കുന്നവർ, ഇതെന്താ ഈ സഹോദരൻ പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു, അല്ലേ? അപ്പോൾ സകലതും പൊതുവക എന്നെണ്ണിയോ? ഇല്ല. അത് നമ്മളുടെ ഒരു പരാജയമാണ്. സകലതും പൊതുവക എന്ന് എണ്ണിയിട്ടില്ല. പിന്നെ ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു. ആരെങ്കിലും ചെയ്തോ? ആരും ചെയ്തിട്ടില്ല, അല്ലേ? അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഒരുമനപ്പെട്ട് ഒരു മനം എന്ന് വെച്ചാൽ ഒരു മനസ്സ് ഉള്ളവരായി ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും. അപ്പോൾ അന്ന് യെരുശലേമിന്റെ പരിസരത്ത് താമസിച്ച് വരുന്നവരായതുകൊണ്ട് അവര് അങ്ങനെ ഒരുമിച്ച് അവർക്ക് ഫിസിക്കലായിട്ട് കൂടി വരാൻ പറ്റി. ഇന്ന് നമ്മളൊക്കെ അങ്ങനെ ഒരുമിച്ച് എല്ലാ ദിവസവും കൂടി വരാനായിട്ട് കഴിയുന്നില്ല. കാരണം നമ്മൾ പലരും പല സ്ഥലങ്ങളിലാണ്. പക്ഷെ നമുക്കൊരു കൂടിവരവുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, അല്ലേ? എപ്പോഴാണ്? 8 മണിക്ക്. എല്ലാവരും കൂടി വരാറുണ്ടോ? അതിനെങ്കിലും ഞാൻ ഇന്നലെ നോക്കി, നമ്മുടെ സഭയിലുള്ള അംഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള അംഗങ്ങൾ പുറത്തുള്ളവരായിരുന്നു. അതായത് നമ്മളുമായിട്ട് ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആളുകളായിരുന്നു പകുതി. അപ്പോൾ അവർക്കുള്ള തീക്ഷ്ണത പോലും നമുക്ക് ഇല്ല എന്നുള്ളതിൽ ചില പ്രായോഗികമായിട്ടുള്ള കാരണങ്ങളാൽ പങ്കെടുക്കാത്തവരെയൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ അതിലൊരു ഉത്സാഹക്കുറവ് വന്നിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും. അപ്പം നമുക്ക് അങ്ങനെ കൂടി വരുന്നതിൽ ഒരു ഒരുമക്കുറവ് ഈ ദിവസങ്ങളിലൊക്കെ വന്നോ എന്നെനിക്കൊരു സംശയം. കാരണം എന്തായിരിക്കും? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നുള്ള ഒരു ചിന്ത ചിലപ്പം അങ്ങനെ നമ്മെ കൊണ്ടെത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശരി, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഉണ്ട്. ഹൃദയത്തിൻ്റെ പരമാർത്ഥത നമ്മളിൽ എല്ലാവർക്കും ഉണ്ടോ? എനിക്കറിയില്ല. നമുക്കത് നമുക്കത് വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. എല്ലാവരുടെയും കൃപ അനുഭവിക്കുന്ന ആളാണോ? അങ്ങനെയുണ്ടോ? ആളുകളാണോ? സഭയിൽ ഓരോരുത്തരുടെയും കൃപ ബാക്കിയുള്ളവർ അനുഭവിക്കുവാനായിട്ടുള്ള ഒരു അവസ്ഥ സഭയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടോ? അത് ഇല്ല, അല്ലേ? നമ്മളെല്ലാവരും ഞായറാഴ്ച വന്ന് കൂടി വളരെ സന്തോഷമായിട്ട് ദൈവത്തെ ആരാധിച്ച് വചനമൊക്കെ കേട്ട് നമ്മൾ കൂട്ടായ്മയൊക്കെ ആചരിച്ച് നമ്മളങ്ങോട്ട് പോകും. പക്ഷേ ഈ കൃപ അനുഭവിക്കുക എന്ന് പറയുന്നത് അതിനും അപ്പുറമുള്ള തലത്തിലുള്ള ചില കാര്യങ്ങളാണ്. എല്ലാവർക്കും അന്യോന്യം പങ്കിടേണ്ടതായിട്ടുള്ള ദൈവകൃപ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം
യെരുശലേമിലെ സഭയിൽ ആദ്യകാലങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതായ പല കാര്യങ്ങളും നമുക്ക് ഇല്ല, അല്ലെങ്കിൽ മിക്കവാറും കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നില്ല. അപ്പം നമ്മുടെ ഉന്നത ഭാവമൊക്കെ ഒരു അല്പം താന്നോ ഇച്ചിരി താന്നു അല്ലേ? ശരി, നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലതും അവർക്ക് പൊതുവായിരുന്നു. അയ്യോ, വീണ്ടും സംഗതി ഒന്നുകൂടി വഷളായി അല്ലേ? യെരുശലേമിലെ സഭയിലെ രക്ഷിക്കപ്പെട്ട ഒന്നാമത്തെ ദിവസത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 3000 പേരുണ്ടായിരുന്നു. പിന്നെയും ആളുകൾ അങ്ങനെ ചേർന്ന് വന്നിരുന്നു. അപ്പം നമുക്കൊരു 5000 എന്ന് ഗണിച്ചാലോ? ക്ഷമിക്കണം തെറ്റിയിട്ടുണ്ടെങ്കിൽ. 5000 പേർക്ക് ഒറ്റ ഹൃദയം. അതുപോലെ തന്നെ 5000 പേർക്ക് ഒരു മനസ്സ്. പ്രിയമുള്ളവരെ, നമ്മളിലുണ്ടോ? ഉണ്ടോ? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ലല്ലേ? നമ്മൾ ആരുമല്ല, നമ്മളൊന്നുമായിട്ടില്ല. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും നമ്മൾ അഭ്യസിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളെന്തോ ചിന്തിക്കുന്നത്? നമ്മൾ നമ്മുടെ സഭയൊക്കെ ഭയങ്കര ഉന്നത നിലവാരത്തിലാണ്. ആരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തേ? ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതായിട്ടുള്ള കൂട്ടങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു. അപ്പോൾ ഇത് ഭയങ്കര ശ്രേഷ്ഠമാണ്. വ്യത്യാസമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അതിൽ യാതൊരു തൃപ്തിക്കും നമുക്ക് സാധിക്കുകയില്ല. അതിനുള്ളൊരു റൂം നമുക്ക് ഇല്ല. അപ്പം നമുക്കെല്ലാവർക്കും എന്നാ ഒരു ഹൃദയം ഉണ്ടാകുന്നത്, ഒരു മനസ്സുണ്ടാകുന്നത്? വീണ്ടും നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചത് അല്ലേ? തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, എല്ലാം എല്ലാവർക്കും പൊതുവകയായിരുന്നു. ഉണ്ടോ അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ? ഉണ്ടോ? മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ജീവിക്കാൻ പ്രയാസമുള്ള ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ജീവിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലും നമ്മളുടെ ഇടയിൽ ഉണ്ടോ എന്ന് ആരെങ്കിലും അങ്ങനെ അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോ? അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും വിശപ്പുണ്ടോ, പരിക്കുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നമ്മൾ പറയുന്നു അല്ലേ? നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞ ദിവസം ജോണി സോഹനാന്ന് തോന്നുന്നു പ്രബോധനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്യുവിൻ. ഇന്ന് കാലത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ ആർക്കും ഒന്നും ചെയ്യുന്നുമില്ല, എനിക്ക് പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യണോ? ആ ഒരു അവസ്ഥയിലായി ഈ ആധുനിക ലോകത്തെ ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്നത്. എനിക്ക് അല്ല, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അപ്പം പിന്നെ തിരിച്ചു കൊടുക്കണോ? വേണോ? അല്ല, അതേ വചനം വെച്ച് തന്നെയാണ് പറയണത്. അപ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും ചെയ്യാനായിട്ട് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതായ ഒരു ലോക ക്രിസ്തീയ വ്യവസ്ഥ, പ്രിയമുള്ളവരെ, ശരിയല്ല. നമ്മൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ ചെയ്ത് കൂട്ടായ്മയൊക്കെ ആചരിച്ച് വീട്ടിൽ പോകുന്നു. പക്ഷേ നമ്മളൊരു ശരീരം പോലെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ നാം ജീവിക്കുന്നില്ല എങ്കിൽ, ആ ഒരു മനോഭാവവും ജീവിത വീക്ഷണവും ആ ഒരു താല്പര്യവും നമ്മുടെ മറ്റ് അവയവങ്ങളോട് നമുക്കില്ല എങ്കിൽ നാം ദൈവസഭ എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. ശരി, അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ താന്നു അല്ലേ? നമ്മുടെ ഉന്നത ഭാവമൊക്കെ കുറേ താന്നില്ലേ? ഇനിയും നമുക്ക് താഴ്ത്തണം അത്. എന്നിട്ട് ദൈവസന്നിധിയിൽ രട്ടിലും, പഴയ നിയമത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ വസ്ത്രം കീറി
രട്ടിലും വെണ്ണീറിലും കിടന്ന് മാനസാന്തരപ്പെടണം, അല്ലേ? ശരി, അടുത്തത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. 17-ാമത്തെ അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇവിടെ ഇപ്പം എന്താ പറയുന്നേ? അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ത്രിത്വം, അല്ലേ? മൂന്നാളത്തങ്ങൾ, പക്ഷെ ഒന്ന്. അവർ നമ്മെപ്പോലെ ഒന്നാവണം. അതായത് ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത്, അതുപോലെ നമ്മളെല്ലാവരും ഒന്നാവണം. നമ്മളെവിടെയാ എത്തിയേ? നമ്മളെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളൊരു 10% എത്തി എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. 10%, അധികമൊന്നുമില്ല. 90% നീതിയെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ ചോദിക്കുന്നു, 10% നമുക്ക് എത്തിയോ? ഇല്ല. ശരി, 21-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന്. അപ്പോൾ ഇവിടെ ക്രിസ്തീയ സഭ, ക്രിസ്തീയ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ജീവിതം, ഒത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നാണ്, അവർ നമ്മിലും ആകണം, അല്ലേ? അവർ നമ്മെപ്പോലെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന്. അപ്പം നേരത്തെ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികൾ ഒന്നാവണമെന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഞാനും നീയും ഒന്നാണ്, അവര് ഒന്നായാൽ മാത്രമേ നമ്മിലേക്കൊരു പ്രവേശനമുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അത് ആണോ? ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. എന്താ അവിടെ എഴുതിയേക്കണേ? നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന്. അപ്പോൾ അവരൊന്നാവണം, ഞാനും നീ ഒന്നാണ്. ഇനി അവർക്ക് നമ്മിലാകണമെങ്കിൽ അവരൊന്നായിരിക്കണം. എന്തെങ്കിലും ഭിന്നപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ, ദൈവത്തിൽ നമുക്കൊന്നാകാനായിട്ട് സാധിക്കുകയില്ല. പോകുന്നുവല്ലേ? നമുക്ക് 5%-ലേക്ക് താത്താൻ പറ്റുമോ? നമ്മുടെ നിലവാരം പറ്റുമോ? തങ്കം വളരെ ചിരിക്കുന്നുണ്ട്. എന്തോ സ്വകാര്യം സുമ സഹോദരിയോട് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് പിന്നെ ചോദിക്കാം. ശരി, അടുത്തത് 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. വീണ്ടും എന്താ വായിക്കുന്നേ? നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ നാം ഐക്യത്തിൽ തികഞ്ഞവരാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ക്രിസ്തു നമ്മിലെല്ലാവരിലും ആവണം, അല്ലേ? ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരുവാൻ. നമ്മൾ അവസാനം വായിച്ച 2 വാക്യങ്ങളിൽ വേറെയും ഒരു വിഷയമുണ്ട്. എന്താണ്? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. ലോകം നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ എന്തായിരിക്കണം അവിടെ സംഭവിക്കേണ്ടത്? അവർ ഒന്നാവണം, അവർ നമ്മിലും ഒന്നാവണം. വീണ്ടും 23-ാമത്തെ വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ. ദൈവം സഭയെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണം. ഈ 2 വാക്യങ്ങളിലും ലോകം അറിയുവാൻ എന്നാ പറയുന്നത്. ലോകം അറിയുവാൻ എന്ത് ചെയ്യണം? ദൈവം ക്രിസ്തുവിനെ അയച്ചുവെന്നും നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാണ് എന്നും ഒക്കെ ലോകം അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? നമ്മൾ ഒന്നായിത്തീരണം. ലോകം
നമ്മളെ കണ്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഇതിലെ പോകുന്ന ആളുകളോ ഈ അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഒരു ക്രിസ്തീയ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് അവർക്കറിയാമായിരിക്കും. പക്ഷേ നാം ഒന്നാകുന്നത് വഴി ദൈവത്തെക്കുറിച്ച് ലോകം മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു പരിമിതി നമുക്കുണ്ട്. നമുക്ക് അറിയാം, ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന ഓരോ വില്ലേജുകളിലാണ്. ഒരു കൂട്ടം 10, 20 അല്ലെങ്കിൽ 50, 100 വീട് ഒരു കിലോമീറ്ററിനകത്താണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരം പോയാലേ അടുത്ത വില്ലേജിലെത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കൂട്ടമായി താമസിക്കുന്ന ഒരു സംസ്കാരമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അവർക്കെല്ലാവർക്കും ദിനംപ്രതി കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അവരുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള പ്രത്യേക സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ നോർത്ത് ഇന്ത്യൻ വില്ലേജുകളിലൊക്കെ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പരിമിതിയില്ല. അവർ ഒരു അടുത്തടുത്ത് ആണ് അവരൊക്കെ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് തമ്മിൽ കാണാനും അന്യോന്യം ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത അവിടെയുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ദൂരത്തിൻ്റെ പരിമിതി നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അത് അത്രത്തോളം നമ്മളിൽ പ്രായോഗികമല്ല. എങ്കിലും നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇനിയിപ്പം ഞങ്ങൾ നല്ല സഭയാന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? മറ്റുള്ളവരെ ആരുമായിട്ട് താരതമ്യം ചെയ്യരുത്. അത് നമ്മൾ മറ്റേതെങ്കിലും സഭകളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്താൽ മെച്ചമായിരിക്കും. പക്ഷെ അങ്ങനെ താരതമ്യം ചെയ്യാൻ നമുക്കൊരു അവകാശമില്ല, അനുവാദമില്ല. നമുക്ക് അനുവാദമുള്ളത് വചനവുമായിട്ട് താരതമ്യം ചെയ്യാനാണ്. പ്രിയമുള്ളവരെ, ഒരു ശരീരം പോലെ അല്ലേ? നമ്മളിപ്പം എല്ലാവരും വന്നാൽ നമ്മളൊരു 10-40 പേരുണ്ട്. 40 പേർക്കൊരു ഹൃദയം, 40 പേർക്ക് ഒരു മനസ്സ്. റോമാലേഖനം 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വായിനാൽ നമ്മൾ വായിക്കുന്നുണ്ട്. 40 പേർക്ക് ഒരു വായ, അല്ലേ? ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു വായ. എത്ര മനോഹരമാണ് ദൈവസഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ക്രിസ്തീയ കൂട്ടായ്മ, യോജിപ്പ്, ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു വായുമായി ജീവിക്കാൻ നമുക്ക് തടസ്സമായിട്ട് നമ്മുടെ ഹൃദയത്തിലോ മനസ്സിലോ വായിലോ ഒക്കെയുള്ള കാര്യങ്ങളെയൊക്കെ ഈ നാളുകളിൽ കണ്ടുപിടിച്ച് നമുക്കെല്ലാവർക്കും എന്ത് വേണം? ഒറ്റ ഹൃദയം വേണം. ഒറ്റ ഹൃദയമേ പാടുള്ളൂ. പറ്റുമോ സഹോദരാ? ചുണ്ട് മാത്രമേ അനങ്ങി ഞാൻ കേട്ടുള്ളൂ. പറയാൻ ധൈര്യം കുറവുണ്ട്, അറിയാം. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത് കഠിനവാക്കല്ലേ എന്നൊരു പക്ഷേ തോന്നാം. പക്ഷേ കർത്താവും പറഞ്ഞത് കഠിനവാക്ക് തന്നെയാണ്. അതിൽ വെള്ളം ചേർക്കാൻ നമുക്ക് ഒരവകാശവുമില്ല. വെള്ളം ചേർത്ത് അങ്ങനെ പഠിപ്പിക്കാൻ നമ്മൾ നിന്നാൽ അത് ദൈവസന്നിധിയിൽ അത് വലിയ കുറ്റകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഒന്നും വെള്ളം ചേർത്ത് പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. നമ്മൾ ധാരാളം ദൈവവചനം പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്നതൊക്കെ നമ്മളിൽ വലിയ രൂപാന്തരവും ഈ നിലയിലുള്ള വളർച്ചയും കൊണ്ടുവരുന്നില്ല എങ്കിൽ നമ്മളുടെ പഠനമൊക്കെ വ്യർത്ഥമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ചോദിക്കാം. നമുക്ക് ആർക്കെങ്കിലും 2-3 പേർക്ക് പ്രാർത്ഥിക്കാം, അല്ലേ?